കുഞ്ഞിന് തേൻ കൊടുക്കാമോ? അല്ലെങ്കിൽ കുഞ്ഞ് ഉറക്കത്തിൽ ഞെട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം നൂറുകണക്കിന് സംശയങ്ങൾ ദിവസവും കേൾക്കുന്ന ഒരു നേഴ്സാണ് ഞാൻ. എല്ലാ അമ്മമാർക്കും ഈ സംശയങ്ങൾ ഉണ്ടാവും. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു 10-15 ചോദ്യങ്ങൾക്കുള്ള ചോദ്യവും അതിനുള്ള ശാസ്ത്രീയമായ മറുപടിയുമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലും നമ്മുടെ ഈ ചാനലിലും സ്ഥിരമായി അമ്മമാർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ ഓർത്ത് അമ്മമാർ ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട്. ആ ടെൻഷൻ മാറ്റാൻ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കുഞ്ഞിന് 6 മാസത്തിന് മുൻപ് വെള്ളം കൊടുക്കാമോ എന്നാണ്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഒട്ടും പാടില്ല. മുലപ്പാലിൽ 80% വെള്ളമാണ്. അത് കുഞ്ഞിന് ധാരാളമാണ്. അതുകൊണ്ട് 6 മാസത്തിന് മുമ്പ് കുഞ്ഞിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, പാല് കുടിച്ച ശേഷം കുഞ്ഞ് ഉടനെ ഛർദ്ദിക്കുന്നു, ഇത് പേടിക്കണോ? മറുപടി ഇതാണ്, തൈര് പോലെയാണ് വരുന്നതെങ്കിൽ അത് പാൽ തികട്ടുകയാണ്, അതിന് പേടി വേണ്ട. പക്ഷേ വില്ലുപോലെ വളഞ്ഞ് കരയുകയോ ദൂരത്തേക്ക് തെറിച്ച് ഛർദ്ദിക്കുകയോ ചെയ്താൽ, അതായത് പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മുലപ്പാൽ തികയുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഇത് പല അമ്മമാരുടെയും കൺഫ്യൂഷനാണ്. മറുപടി ഇതാണ്, കുഞ്ഞ് ഒരു ദിവസം 6 മുതൽ 8 തവണയെങ്കിലും മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നാലാമതായി, പ്രസവം കഴിഞ്ഞ് ആദ്യമുണ്ടാകുന്ന മഞ്ഞപ്പാൽ, അതായത് കൊളസ്ട്രം കൊടുക്കാമോ എന്നാണ് ചോദ്യം. മറുപടിയാണ് തീർച്ചയായും കൊടുക്കണം. കാരണം കുഞ്ഞിൻ്റെ ആദ്യത്തെ പ്രതിരോധ മരുന്നാണ് ഈ പാൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് തുമ്മുന്നു സിസ്റ്റർ, അത് ജലദോഷമാണോ, ഇത് പേടിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണ്, ഇത് ജലദോഷമല്ല. കുഞ്ഞുങ്ങളുടെ മൂക്കിൻ്റെ ഉൾഭാഗം വളരെ ലോലമാണ്. പൊടിയോ മറ്റോ തട്ടിയാൽ മൂക്ക് ക്ലീൻ ചെയ്യാൻ കുഞ്ഞുങ്ങൾ തന്നെ തുമ്മുന്നതാണ്. അടുത്തതായിട്ട് 6ാമത്തെ ചോദ്യം, പെൺകുഞ്ഞുങ്ങളിൽ ചെറിയ ബ്ലീഡിംഗ് കാണുന്നു, ഇത് അപകടമാണോ? മറുപടിയാണ് ഇല്ല. അമ്മയുടെ ഹോർമോൺ കാരണം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ്, ഇത് തനിയെ മാറിക്കോളും. 7ാമത്തെ ചോദ്യം, കുഞ്ഞിൻ്റെ തലയിൽ ചെതുമ്പൽ പോലെ കാണുന്നു, എന്ത് ചെയ്യണം? മറുപടി ഇതാണ്, അല്പം വെളിച്ചെണ്ണ തേച്ച് മൃദുവായി തുടച്ചു മാറ്റാം, ബലം പ്രയോഗിക്കരുത്. 8ാമത്തെ ചോദ്യം, കുഞ്ഞ് ഉറക്കത്തിൽ ഞെട്ടുന്നു, പേടിച്ചിട്ടാണോ? മറുപടി അല്ല, ഇതിനെ മോറോ റിഫ്ലെക്സ് എന്ന് പറയും. ഇതിൽ നാഡീവ്യൂഹം വളരുന്നതിൻ്റെ ലക്ഷണമാണ് ഇത്. അടുത്തതായിട്ട്, കുഞ്ഞിന് തേൻ കൊടുക്കാമോ എന്ന് പല അമ്മമാരും ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരമാണ്, 1 വയസ്സ് വരെ തേൻ കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ബോട്ടുലിസം എന്ന ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണമായേക്കാം. സ്വർണവും വയമ്പും ഉരച്ചു കൊടുക്കാമോ എന്നതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. മറുപടിയാണ്, ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കാറില്ല, ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യമാണ്, കണ്ണെഴുതാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. കണ്ണെഴുതുന്നത് കണ്ണിൻ്റെ കൺപോളകളിലെ ദ്വാരങ്ങൾ അടയാനും ഇൻഫെക്ഷൻ വരാനും കാരണമാകും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് 12ാമത്തെ ചോദ്യമാണ്, വെയിലത്ത് വെക്കാമോ? മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ പറയുന്ന സമയം മാത്രം വെക്കുക. കഠിനമായ വെയിൽ കുഞ്ഞിൻ്റെ ചർമ്മത്തിന് നല്ലതല്ല. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യനാണ്, സോപ്പും പൗഡറും ഉപയോഗിക്കാമോ എന്ന്. pH ബാലൻസ് ഉള്ള ബേബി സോപ്പ് ഉപയോഗിക്കാം. പൗഡർ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിന് ദോഷകരമായതുകൊണ്ട് അത് ഒഴിവാക്കണം. 14ാമത്തെ ചോദ്യമാണ്, ഇത് ഏത് എണ്ണയാണ് മസാജിങ്ങിന് നല്ലത് എന്ന്. നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ഉത്തമം. 15ാമത്തെ ക്വസ്റ്റ്യനാണ്, പൊക്കിൾക്കൊടിയിൽ എന്തെങ്കിലും പുരട്ടണോ എന്ന്. ഉത്തരം, ഒന്നും പുരട്ടണ്ട, ഉണങ്ങി തനിയെ താഴെ വീണോളും, നനയാതെ നോക്കണം. ഈ കാര്യങ്ങൾ മിക്ക അമ്മമാർക്കും വലിയ ഉപകാരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കൂ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.